ലിവർപൂൾ ആർ കുക്ക്ഡ്. സ്ലോട്ട് മിക്കവാറും അടുത്ത ഒരു കളിയും കൂടി തോറ്റാൽ വെസ്റ്റ് ഹാമിനോടും അത് കഴിഞ്ഞിട്ട് സണ്ടർലാൻഡൊക്കെ മിക്കവാറും വന്നിട്ട് ചാമ്പി വിടാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ മടുത്തിങ്ങനെ എന്ത് പറയേണ്ടെന്നൊരു ഇതില്ല. ഇപ്പം എല്ലാ വീഡിയോസിലും വന്നിരുന്ന് ഇതന്നെ പറച്ചിൽ, വന്നിരുന്ന് തോറ്റു. സ്ലോട്ടിനെ എടുത്ത് പുറത്ത് കളയേണ്ട സമയമായി. എനിക്ക് മാത്രമല്ല, ഏകദേശം ഒരുപാട് ലിവർപൂൾ ഫാൻസിനും തോന്നുന്ന ഒരു ചിന്തയാണത്. സ്ലോട്ടിനെ എടുത്ത് പുറത്ത് കളയേണ്ട സമയമായി. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി തോറ്റുകൊണ്ടിരുന്നാൽ കുറച്ച് കളിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, ലൈക്ക് സബോസ്ലേ ആയാലും മെക്കിറ്റിക്ക്, ഒരു 4-5 പ്ലെയേഴ്സ് ഉണ്ട് കുറച്ചെങ്കിൽ കളിക്കുന്നത്. അവരുടെ കോൺഫിഡൻസും തകർന്ന് എല്ലാം പണ്ടാരടങ്ങി ഇതായിപ്പോവും. അതുകൊണ്ട് ഇപ്പം തന്നെ ചങ്ങായിനെ മൊട്ടനെടുത്ത് കളഞ്ഞ് വേറെ ഏതെങ്കിലും മാനേജർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് മാനേജറാണ് ഇപ്പോൾ അവൈലബിൾ അതൊന്നും അറിയില്ല. പക്ഷെ മൊട്ടനെടുത്ത് കളയുമ്പോൾ കൂടെ ആ ഗാക്പോനെയും മക്കാലിസ്റ്ററിനെയും ഇവൻ സാലയൊക്കെ ഡൺ. സാല ജനുവരിയിൽ സൗദി അല്ലെങ്കിൽ വിൻഡോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗദിയിലേക്ക് സാലക്കൊക്കെ സൈമായി. ഇവൻ VVD വാൻഡൈക്കിനും സമയമായി. കൊണാറ്റെ ആ ഫുണ്ടിനെ കുറിച്ച് പിന്നെ ഒന്നും പറയണ്ട. ഇപ്പം ഫ്രീ ആയിട്ട് റയൽ മാഡ്രിഡിന് ഇപ്പം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ തന്നെ കൊടുത്തേക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം എല്ലാ പ്ലെയേഴ്സും. എന്ത് ആണ് കാണിക്കുന്നതെന്ന് ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. PSV ഒക്കെ വന്നിട്ട്, ആ ഡച്ച് ലീഗ് കളിക്കുന്ന PSV ഒക്കെ വന്നിട്ടാണ് ആൻഫീൽഡിൽ വെച്ച് 4 എണ്ണമൊക്കെ അടിച്ചിട്ട് പോകുന്നത്. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് തെറി വിളിക്കണം എന്നിങ്ങനെ ഇങ്ങനെ തുറന്നിങ്ങനെ ചൊറിഞ്ഞു വരുന്നത് തെറി വിളിക്കാം. പക്ഷെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് തെറി വിളിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ ലൈവാണെങ്കിൽ ഇങ്ങനെ പച്ച തെറി വിളിക്കായിരുന്നു. എന്തൊക്കെ ആയിരുന്നു ചങ്ങായി. ഞാൻ വലിയ ടിക്കി ടാക്കയുടെ ഫാനാണ്, ഞാൻ പെപ് ഗാർഡിയോളയുടെ ഫാനാണ്, ഞാൻ ക്ലോപ്പിൻ്റെ പ്ലേയിങ് സ്റ്റൈലും എനിക്ക് ഇഷ്ടമല്ല, ക്ലോപ്പ് ഇങ്ങനെയാണ്, ക്ലോപ്പ് അങ്ങനെയാണ്, ഹൈ ഇൻറ്റൻസിറ്റി, ഞാൻ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ എല്ലാം മോൾഡ് ചെയ്ത് സ്ലോ ബിൽഡപ്പ് ചെയ്ത് ഫുള്ള് കൺട്രോൾ ചെയ്ത് ടിക്കി ടാക്ക കളിക്കുന്നതാണ് എൻ്റെ സ്റ്റൈലി പാറി. കാണികൾക്ക്, ലിവർപൂളിൻ്റെ ആരാധകർക്ക് ഒരു രസമുണ്ടായിരുന്നു ലിവർപൂളിൻ്റെ കളി കാണാൻ വേണ്ടി. ഇവൻ തോക്കുന്ന കളിയാണെങ്കിൽ പോലും ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്, കളിക്കാരുടെ ഒരു ആത്മാർത്ഥതയുണ്ട്, കളിക്കാർക്കൊരു പ്ലെയേഴ്സിന് ഇങ്ങനെ ചത്ത് മരിച്ച് കളിക്കണം എന്നുള്ളൊരു ഇൻറ്റൻസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 2 ഗോളിന് പിറകിലാണെങ്കിലും നമ്മൾ എങ്കിലും ഗോൾ അടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. ഇപ്പം ഒരു തൈരും ഇല്ല ഇപ്പം. ശരിക്കും പറഞ്ഞാൽ ഒരു ഗോള് വീണാ എന്നാലും TV ഓഫാക്കിയിട്ട് പോയിക്കോളാം. ശരിക്കും പറഞ്ഞാൽ ഈ യുണൈറ്റഡ് ഫാൻസിനൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ഊക്കി കളിയാക്കി വിട്ടാണ്. ഇപ്പം യുണൈറ്റഡിനെക്കാളും മോശം ഫോം. മിക്കവാറും ഇനി ഇപ്പം 10ന് താഴെയായി, 12ാം സ്ഥാനത്താണ്. അപ്പം ഇന്ന് 12ാം സ്ഥാനത്തായിട്ടാണ് തോന്നുന്നത്. ഇതേപോലെ ഒരു 3-4 കളിയും കൂടി തോറ്റിട്ടുണ്ടെങ്കിൽ നേരെ 15-16ാം സ്ഥാനത്തേക്ക് പോകും. കളിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ കളിയും ഒന്ന്, ഒരേ സെയിം 11, സെയിം പ്ലെയേഴ്സ് അതിൻ്റെ മിസ്റ്റേക്ക് വരുത്തുന്നു, ഇൻഡിവിജ്വൽ എറർ വരുത്തുന്നു, ഗോൾ അടിക്കുന്നു, തോക്കുന്നു. ഞാനിവിടെ വന്നിരുന്ന് കൊണ അടിക്കൽ, ഇത് ഇങ്ങനെയാണ്. ആദ്യമൊക്കെ കുറച്ച് പുതിയ ട്രാൻസ്ഫർ വിൻഡോയിൽ കുറേ പ്ലെയേഴ്സ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ക്യാപ്സ്യൂളൊക്കെ ഇറക്കായിരുന്നു. ഇപ്പം ഒരു കോണി അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം വന്നിട്ട് ഇരുന്നിട്ട് ഒരു കോണി അടിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയായിരുന്നു. ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മരുഭൂമിയിൽ മഴ പെയ്യുന്നതൊക്കെ ഒരു കളി, ആ റയൽ മാഡ്രിഡിനോട് ആസ്റ്റൺ വില്ലയൊക്കെ കളിച്ച പോലെ ഒരു കളി, ആ ഫ്രാങ്ക്ഫർട്ടിനൊക്കെ കളിച്ച ഒരു കളി, എപ്പോഴെങ്കിലും ഒരു കളി വരും. ഒരു 5 കളി തോക്കുന്നിടക്ക് ഒരു കളി ഇങ്ങനെ മരുഭൂമിയിൽ മഴ പെയ്യുന്നതൊക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അതേപോലെ നമ്മളെ
ഡിഫോൾട്ട് സെറ്റിങ് ഈ സീസണിൽ തുടങ്ങിയ അതേപോലെ ഒന്നും ഇപ്പം ഒരാളും ന്യായീകരിക്കും. ആകെ സൊബോസ്ലൈ പാവം ചങ്ങായി. ഇപ്പം നമ്മൾ ക്ലോപ്പ് വരുന്നതിന് മുന്നേ ജെറാഡ് എങ്ങനെയാണോ കളിച്ചുകൊണ്ടിരുന്നത് ലിവർപൂളിന്, അതാണ് ഇപ്പം സൊബോസ്ലൈ കളിക്കുന്നത്. പാവം തന്നെ കഷ്ടപ്പെടുന്നുണ്ട്, എന്തെല്ലോ ചെയ്യണം, കളിക്കണം, കഷ്ടപ്പെടും. ലിവർപൂളിൻ്റെ എല്ലാമാണ് ഇപ്പം സൊബോസ്ലൈ. ജെറാഡ് എങ്ങനെയായിരുന്നു അതാണിപ്പം ഈ ഒരു സീസണിൽ ഇത്രയും സമയത്ത് സൊബോസ്ലൈ ഇരുന്ന് നമ്മൾ കാണുന്നത്. ഇതേപോലെ പോവുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് ചങ്ങായി വേറെ ഏതെങ്കിലും ടീമിലേക്ക് കയറി പോകും. ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഓരോരു കളി കഴിയുന്ന പോലും ഓരോരു മൂഡ് ഓഫ്. ഒരു ഗോള് വീണ് കഴിഞ്ഞാൽ കളി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ആൻഫീൽഡിൽ നിന്നൊക്കെ കോപ്പൻ്റെ നിന്നൊക്കെയാണ് കാണികൾ ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് തോന്നില്ല ക്ലോപ്പിൻ്റെ അടിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രാവശ്യം അങ്ങ് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലില്ല. ചങ്ങാരിപ്പം കഴിഞ്ഞ 2-3 കളിയിൽ നിന്നാണ് കോപ്പൻ്റെ വരെ നമ്മളെ ഫാൻസുകൾ ഇറങ്ങി പോകുന്നത്. ഈ കളിയിൽ അവസാനം ഏകദേശം ഒരു 30-40% ഫാൻസ് ഇറങ്ങിപ്പോയി കളി തീരുന്നതിന് മുന്നേ. അവസ്ഥ കഷ്ടം. എന്തായാലും കളി എന്തായാലും നല്ല അടിപൊളി കളി ഉണ്ടായിരുന്നു. ബയൺ മ്യൂണിക്കും ആഴ്സണലും PSG ടോട്ടൻഹാമും ഒക്കെ. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തിരിച്ചാൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത കളിയിൽ വെസ്റ്റ് ഹാമിനെതിരെ കാണാം. ബൈ.